അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ ഫ്ലോ ഇപ്പോൾ കറൻ്റ് സെയിൽസ് ഓർഡർ, ഡെലിവറി നോട്ട്, ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഡെലിവറി നോട്ട് അടിക്കുന്നു. ഡെലിവറി നോട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ആയി, സ്റ്റോക്ക് ഡിഡക്റ്റ് ആയി, ദെൻ ഇൻവോയ്സ് ആണ് വരുന്നുണ്ടെങ്കിൽ. സോ ഞാനിവിടെ ഇൻവോയ്സ് സെർച്ച് ചെയ്യുന്നു. സോ സെയിൽസ് ഇൻവോയ്സ് ലിസ്റ്റ് വന്നു. ഓക്കെ, സെയിൽസ് ഇൻവോയ്സ് ഞാൻ സെർച്ച് ചെയ്യുന്നു. സോ സെയിൽസ് ഇൻവോയ്സ് ലിസ്റ്റ് വന്നു. ദെൻ ഞാൻ ആഡ് കൊടുക്കുന്നു. ഓക്കെ, ഇത് മാനുവലി, അതായത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഡാറ്റാസും ഫീൽഡും നമ്മൾ ഇങ്ങനെ മാനുവലി എൻ്റർ ചെയ്യണം. ഓക്കെ, ഇനി അതല്ല വേറൊരു ഓപ്ഷൻ, ഇപ്പോൾ ഇവിടുന്ന് അതേപോലെ തന്നെ നമുക്ക് ഐറ്റംസും ഫെച്ച് ചെയ്യാം. ഓക്കെ, ഫ്രം സെയിൽസ് ഓർഡറിൽ നിന്നും ഐറ്റംസ് ഫെച്ച് ചെയ്യാം, അതേപോലെ തന്നെ ഡെലിവറി നോട്ടിൽ നിന്നും ഐറ്റംസ് ഫെച്ച് ചെയ്യാം, കൊട്ടേഷനും ഫെച്ച് ചെയ്യാം. സോ ഇപ്പോൾ ഡെലിവറി നോട്ട് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഡെലിവറി നോട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കസ്റ്റമറിന് അഗെയിൻസ്റ്റുള്ള ഡെലിവറി നോട്ടുകൾ വരും. ഓക്കെ, സോ അതല്ല ഇനിയിപ്പോൾ ഡെലിവറി നോട്ട് എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡെലിവറി നോട്ട് എടുക്കുന്നു. ദെൻ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഡെലിവറി നോട്ട് ഇവിടെ ഉണ്ട്. സോ അതിന് അഗെയിൻസ്റ്റ് ക്രിയേറ്റ് ബട്ടണിൽ പോയിട്ട് സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. സോ ഇനി ഡെലിവറി നോട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് സെയിൽസ് ഇൻവോയ്സ് അടിക്കുന്നു, ആഡ് കൊടുക്കുന്നു. ദെൻ നമുക്ക് ഐറ്റംസ് എടുക്കാം. ഐറ്റംസ് നമുക്ക് ഇവിടെ നമുക്ക് ഐറ്റംസ് എടുക്കാം. ഇപ്പോൾ നമുക്ക് സെയിൽസ് ഓർഡർ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സെയിൽസ് ഓർഡർ നിന്നാണോ എടുക്കേണ്ടത് അതിവിടെ ലിസ്റ്റ് വരും. എന്നിട്ട് ആ സെയിൽസ് ഓർഡറിൽ നമുക്ക് ഐറ്റംസ് ഫെച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അതായത് മാനുവലി ഐറ്റംസ് ആഡ് ചെയ്യേണ്ടെന്ന് അർത്ഥം. അതായത് ഇപ്പോൾ ഒരു ബൾക്ക് ഒരു 100 ഐറ്റംസ് ഉണ്ട്, നമ്മളത് കൊട്ടേഷനിൽ അല്ലെങ്കിൽ സെയിൽസ് ഓർഡറിൽ ഓൾറെഡി ആ ഐറ്റംസ് അടിച്ചിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും ഇൻവോയ്സിൽ ആ ഐറ്റംസ് ഇങ്ങനെ മാനുവലി ഇങ്ങനെ 1 by 1 ആഡ് ചെയ്യേണ്ട. അതിന് പകരമാണ് ഈ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിൽസ് ഓർഡറിൽ നിന്ന് അല്ലെങ്കിൽ ഡെലിവറി നോട്ടിൽ നിന്ന് അല്ലെങ്കിൽ കൊട്ടേഷനിൽ നിന്ന് ഐറ്റംസ് എടുക്കാം. ഓക്കെ, ഇനി അതെല്ലാം മാനുവലി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കസ്റ്റമർ ചൂസ് ചെയ്യുന്നു. ദെൻ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് നമ്മൾ ഇന്നത്തെ ആണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ എന്നാണോ എന്നുള്ള ആ ഡേറ്റ് കൊടുക്കുന്നു. ദെൻ ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് അപ്ഡേറ്റ് സ്റ്റോക്ക് ചെക്ക്ഡ് ആവും. ഇത് നമുക്ക് ഡെലിവറി നോട്ട് ഇല്ല എന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഇത് ചെക്കാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുക. കാരണം നമുക്ക് വെയർ ഹൗസിൽ നിന്ന് സ്റ്റോക്ക് അപ്ഡേറ്റ് ആവണം, അതായത് ഡിഡക്റ്റ് ആവണം. ഇനി ഡെലിവറി നോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യണ്ട. ഓക്കെ, കാരണം ബിക്കോസ് ഓട്ടോമാറ്റിക്കലി ഡെലിവറി നോട്ടിൽ നിന്ന് നമ്മൾ സ്റ്റോക്ക് ഡിഡക്റ്റ് ആയി പോയിക്കോളും. സോ ഇത് അൺചെക്ക് ചെയ്തിട്ട് വിടണം. ദെൻ ഐറ്റം സെലക്ട് ചെയ്യുന്നു, ക്വാണ്ടിറ്റി കാര്യങ്ങൾ കൊടുത്ത് ഇൻവോയ്സ് അടിക്കുന്നു. ഇത് ഈ ചെക്ക് ബോക്സ് അൺചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ചെക്ക് ചെയ്യണമെന്ന് പറയാൻ കാരണം, അതായത് ഇപ്പോൾ നമ്മളൊരു സെയിൽസ് ഓർഡർ അടിച്ചു. ഓക്കെ, അതിന് അഗെയിൻസ്റ്റ് ഡെലിവറി നോട്ട് അടിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് സ്റ്റോക്ക് പോയി. ഇനി അടുത്ത സ്റ്റെപ്പ് സെയിൽസ് ഇൻവോയ്സ് അടിക്കുകയാണ്. അതിലും നമ്മൾ അപ്ഡേറ്റ് സ്റ്റോക്ക് ചെയ്യണം. അപ്പോൾ വെയർ ഹൗസിൽ നിന്ന് ഡെലിവറി നോട്ട് ചെയ്യുന്ന ടൈമിലും ക്വാണ്ടിറ്റി പോയി, ഇൻവോയ്സ് ചെയ്യുമ്പോഴും ക്വാണ്ടിറ്റി പോവും. ആക്ച്വലി പോവില്ല, നമുക്കൊരു എറർ മെസ്സേജ് വരും. സോ അത് പോവാതിരിക്കാനാണ് ആ ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അൺചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. ഡെലിവറി നോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്തിട്ട് വിടുക. ഡെലിവറി നോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അൺചെക്ക് ചെയ്തിട്ട് ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇതേപോലെ തന്നെ ടാക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. വാറ്റ് ടാക്സ് 5 കൊടുത്തു, കാര്യങ്ങൾ വന്നു. ഇനി ഡിസ്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ദെൻ പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ പേയ്മെൻറ്റ് ടൈംസ് ഉണ്ടല്ലോ, പേയ്മെൻറ്റ് ടൈംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ടൈംസിൽ ഇതിപ്പോൾ അഡ്വാൻസ്. ഓക്കെ, അഡ്വാൻസ് റിസീവ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് എൻട്രീൻ്റെ വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ അഡ്വാൻസ് റിസീവ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗെറ്റ് അഡ്വാൻസ് റിസീവ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമറിൻ്റെ അഗെയിൻസ്റ്റിലെ എല്ലാ അഡ്വാൻസും ഈ ടേബിളിൽ വരും. ഓക്കെ, ഇപ്പോൾ കറൻറ്റ്ലി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ അഡ്വാൻസ് വരാത്തത്. ഓക്കെ, ദെൻ കസ്റ്റമർ അഡ്രസ്സ് കാര്യങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ലിങ്കായി വരും. അതേപോലെ ടേംസ്, പേയ്മെൻറ്റ് ടേംസിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ 30 days ക്രെഡിറ്റ്, 60 days ക്രെഡിറ്റ് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. 30
ഡേയ്സ് ക്രെഡിറ്റ് ചെയ്യുന്നിട്ടു. ദെൻ പേയ്മെൻറ്റ് ടേമും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ഇതേപോലെ തന്നെ പേയ്മെൻറ്റ് ടേം ക്രിയേറ്റ് ചെയ്യുക പുതിയത്. ലൈക്ക് ഇൻവോയ്സ് പോർഷൻ എനിക്ക് 100% വേണം. ക്രെഡിറ്റ് ഡേയ്സ് വരുന്നത് 30 ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ സേവ് ചെയ്യുന്നു. ഞാൻ ഇൻവോയ്സിൽ പോയിട്ട് ആ ടേംസ് ഞാൻ കൊടുക്കും. സോ വൺസ് അഗെയിൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഡീറ്റെയിൽസിൽ ഞാൻ കസ്റ്റമറെ ചൂസ് ചെയ്തു. ദെൻ ഐറ്റം ഞാൻ ആഡ് ചെയ്തു. ദെൻ ടേംസിൽ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ഇവിടെ വരും. കറൻറ്റ്ലി അത് വന്നിട്ടില്ല. കറൻറ്റ്ലി ഒരു ടെംപ്ലേറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ലൈക്ക് ക്രിയേറ്റ് എന്നുള്ളത് ഇതിൽ പേയ്മെൻറ്റ് ഓക്കെ. ഇത് ഈ 30 ഡേയ്സ് ടെംപ്ലേറ്റ് ആണിത്. ഈ ടെംപ്ലേറ്റിൽ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ ആഡ് ചെയ്ത 30 ഡേയ്സ് ക്രെഡിറ്റ് ഇവിടെ ടേംസിൽ വന്നു. അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് നെക്സ്റ്റ് മന്ത് 14th ആണ്. ഓക്കെ, സോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. സോ ടേംസും വന്നു. ദെൻ ഇനി അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ഇതേപോലെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇൻവോയ്സ് എല്ലാം ഓക്കെ ആണെന്നതിൽ സേവ് ചെയ്തു. ഞാൻ വെയർ ഹൗസ് ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു ഈ ഐറ്റത്തിന്. കാരണം നമ്മൾ ഡിഫോൾട്ട് വെയർ ഹൗസ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് മാനുവലി വെയർ ഹൗസ് കൊടുക്കേണ്ടി വന്നത്. ഓക്കെ, സോ ഞാൻ വെയർ ഹൗസ് കൊടുത്തു. ദെൻ സേവ്. ദെൻ വൺസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് ആവും അതിൻ്റെ സ്റ്റാറ്റസ്. ഇപ്പോൾ നമുക്ക് എന്ത് ചേഞ്ചസും വേണമെങ്കിൽ വരുത്താം. ആഫ്റ്റർ സബ്മിറ്റ് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ല. ദെൻ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് അമെൻഡ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഇൻവോയ്സ് നമ്പർ മാറും. ഇപ്പോൾ കറൻറ്റ്ലി 8 ആണ്. നമ്മൾ ക്യാൻസൽ ചെയ്ത് അമെൻഡ് ചെയ്താൽ 8-1 എന്നുള്ള രീതിയിലാവും വരല്. ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഇൻവോയ്സിൻ്റെ സ്റ്റാറ്റസ് അൺപെയ്ഡ് ആണ്. ബിക്കോസ് നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല, അതായത് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.